അഴകേഴും തുളുമ്പുന്ന ശില്പചാരുത, കല്ലിൽ കൊത്തിവെച്ച കവിതയെന്ന കവിവാക്യത്തെ അന്വർത്ഥമാക്കുന്ന ശ്യാമഭംഗി, ഒരു മഹാകാവ്യത്തിനും വിവരിക്കാനാകാത്ത മനോഹര ശില്പങ്ങൾ, സൂക്ഷ്മാംശങ്ങളിൽ നിന്ന് അതിസൂക്ഷ്മാംശങ്ങളിലേക്ക് കടഞ്ഞെടുത്ത രൂപങ്ങൾ. ഇത് ബേലൂരിലെ ചിന്നകേശവ ക്ഷേത്രം. കർണാടകയിലെ ഹസനിൽ നിന്ന് 35 കിലോമീറ്റർ യാത്ര ചെയ്താൽ കവിത കിണിയുന്ന ശില്പാരാമമായ ചെന്നകേശവ ക്ഷേത്രത്തിലെത്താം. ചെന്നകേശവൻ എന്നാൽ സുന്ദരനായ മഹാവിഷ്ണു. പേരുപോലെ പെരുമയാർന്ന സുന്ദര ശില്പങ്ങളാൽ അലങ്കൃതമായ ക്ഷേത്രം. ദേവഗന്ധർവന്മാർ, നർത്തകികൾ, ഗായകർ, വാദ്യവാദകർ, മൃഗരൂപങ്ങൾ, പൂക്കൾ, പുഴുക്കൾ എന്നുവേണ്ട സകല ചരാചരങ്ങളും വെണ്ണക്കല്ലിൽ പകർന്നാടി നിൽക്കുന്നു ചെന്നകേശവ ക്ഷേത്രാങ്കണത്തിൽ. കലകളുടെ ആരാമമെന്ന് വിശേഷിപ്പിക്കാവുന്ന ദക്ഷിണേന്ത്യയിലെ ബേലൂർ ഹൊയ്സാല രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു. ശാശ്വത സൗന്ദര്യമിയലുന്ന ചെന്നകേശവ ക്ഷേത്രം ഹൊയ്സാല രാജാവായിരുന്ന വിഷ്ണുവർദ്ധനൻ 1117 പണി കഴിപ്പിച്ചതാണ്. സൂക്ഷ്മവും അതിസങ്കീർണവുമായ രൂപഘടനയാൽ അലങ്കൃതമായ ഗർഭഗൃഹം താരകാകൃതി പൂണ്ടു നിൽക്കുന്നു. മുന്നിലെ നവരംഗം ചതുരാകൃതിയിലും, പുറംഭിത്തിയിലെ തൂണിടയിൽ ഗജകേസരികൾ നിലയുറപ്പിച്ചിരിക്കുന്നു. അതിനു മുകളിൽ സിംഹമുഖം, അതിനും മുകളിൽ നിബിഡമായ ഇലച്ചാർത്തും പൂക്കളും. 5ാം നിലയിൽ വാദ്യവാദകരും നർത്തകരും. 6ാം നിര സൂക്ഷ്മാകാരമായ ശില്പങ്ങളാണ്. ഗർഭഗൃഹത്തിന്റെ ഭിത്തികളിൽ വിഷ്ണുവിന്റെ 24 അവതാരങ്ങളുടെ ജീവൻ തുടിക്കുന്ന വിഗ്രഹങ്ങളാണ്. രാമായണ കഥയും മഹാഭാരത കഥയും ശില്പരൂപം പൂണ്ട് ക്ഷേത്രഭിത്തിയെ ചേതോഹരമാക്കുന്നു. ബാഹ്യഭിത്തിയിലെ 40 തൂണുകളെ താങ്ങി നിർത്തുന്നത് നർത്തകീ ശില്പമാണ്. എല്ലാ അശ്വമേധങ്ങളും അധിനിവേശങ്ങളും തച്ചുടയ്ക്കുന്നത് വിശ്വാസങ്ങളെ മാത്രമല്ല, സാംസ്കാരിക ബിംബങ്ങളെയുമാണ്. തേരോട്ടങ്ങളുടെ ക്ഷതങ്ങൾ ക്ഷേത്രശില്പങ്ങളെ വികലമാക്കിയിരിക്കുന്നു. കൈകാലുകൾ തച്ചു തകർത്ത ദേവീദേവന്മാരും മുദ്രമുറിഞ്ഞ നർത്തകരും വിരലറ്റ വാദ്യകലാകാര ശില്പവും ക്ഷേത്രത്തിൽ നിറയെ കാണാം. വിശ്വാസങ്ങളെ തകർക്കാനായേക്കാം, എന്നാൽ ശില്പചാരുസ്മൃതികൾ തകർക്കാനാവില്ല. അത് കാലാതിവർത്തിയാണ്. ഇതാണ് ചെന്നകേശവ ക്ഷേത്രം ബാക്കി വയ്ക്കുന്ന സന്ദേശം.